നമസ്കാരം. ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. രഹസ്യകേന്ദ്രത്തിൽ എത്തിച്ചാണ് പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ അനധികൃത നിയമനം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ജോലിക്ക് അപേക്ഷിക്കാത്ത ആൾക്കും ജോലി നൽകിയതായുള്ള രേഖ പുറത്ത്. സെക്യൂരിറ്റി ജീവനക്കാരനായി നിയമനം ലഭിച്ചാൽ ജോലിക്കായി അപേക്ഷ നൽകുകയോ ഇന്റർവ്യൂവിന് എത്തുകയോ ചെയ്തിരുന്നില്ല. RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായെന്ന് വെളിപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ കേസിൽ RSS പ്രവർത്തകൻ നിതീഷ് മുരളീധരനെ പ്രതി ചേർത്തേക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതിന് പോലീസ് നിയമോപദേശം തേടി. അറസ്റ്റ് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. പാലക്കാട് 14-കാരന്റെ ആത്മഹത്യയിൽ പ്രധാന അധ്യാപികയെയും ക്ലാസ് ടീച്ചറെയും സസ്പെൻഡ് ചെയ്തു. അർജുൻ നിരന്തരം മാനസിക പീഡനത്തിനിരയായെന്ന് കുടുംബം. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് തേടി. KPCC ഭാരവാഹി പട്ടികയ്ക്ക് അന്തിമ രൂപമായി. ജംബോ പട്ടികയ്ക്കാണ് ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് നടപടി. പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കും. UDF-ലേക്കില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം. UDF പ്രവേശനം ചർച്ചയിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മീഡിയ വണ്ണിനോട്. പുകമറ സൃഷ്ടിക്കാൻ മാത്രമാണ് UDF ശ്രമം. പരാജയ ഭീതി മൂലമാണ് UDF വ്യാജ പ്രചരണം നടത്തുന്നതെന്നും റോഷി അഗസ്റ്റിൻ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെ കേസെടുത്ത പോലീസ്. യുവതിയെ വിളിച്ചുവരുത്തി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ദുൽഖർ സൽമാന്റെ വെഫർ ഫിലിംസിന്റെ പേരിലാണ് ഇയാൾ കാസ്റ്റിംഗ് കൗച്ച് നടത്തിയത്. നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി ശനിയാഴ്ച. വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ. പരോൾ പോലും അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ. അമൽ ബാബുവിന്റെ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചു. ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കായാണ് മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയം ആകാശമാർഗം ലിസിയിൽ എത്തിച്ചത്. അമൽ ബാബുവിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ബീഹാറിൽ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി. മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. ഒഴിവാക്കിയവരുടെ വിവരം നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പൈലറ്റ് സുമീത് സബർവാളിന്റെ പിതാവ് സുപ്രീംകോടതിയെ സമീപിച്ചു. സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായാണ് ഹർജി. ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ അഭിഭാഷകൻ രാകേഷ് കിഷോറിനെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കും. നടപടിക്ക് അറ്റോർണി ജനറൽ അനുമതി നൽകി. സുപ്രീംകോടതി ബാർ അസോസിയേഷന്റെ അപേക്ഷയിലാണ് നടപടി. നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിലുള്ള ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ആക്ഷൻ കൌൺസിലിന്റെ ഹർജി ജനുവരിയിൽ പരിഗണിക്കാൻ മാറ്റി. റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇന്ത്യ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ട്രംപിനെ മോദി ഭയക്കുന്നുവെന്ന വിമർശനവുമായി രാഹുൽ ഗാന്ധിയും രംഗത്ത്.